നമസ്കാരം. വുമൻസ് വൈബില് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ സാഹിത്യകാരി ശ്രീമതി ലാലി രംഗനാഥാണ്. പ്രിയപ്പെട്ട ലാലി ചേച്ചി, സ്വാഗതം. നമസ്കാരം. ഇത്തവണ ഷാർജ ബുക്ക് ഫെയറില് പുതിയ കഥാപുസ്തകമായിട്ട് എത്തിയിരിക്കുകയാണ് അല്ലെ? ലാലിമയുടെ കഥകൾ എന്ന ഈ ഒരു 27 കഥകൾ അടങ്ങുന്ന കഥാസമാഹാരമാണ് ഇത്തവണ ലാലി ചേച്ചി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കഥയുടെ പുസ്തകത്തിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചേച്ചി, ഇത് എത്രാമത്തെ ബുക്കാണ്? ഇത് അഞ്ചാമത്തെ. ഇതിന് മുൻപിലത്തെ ഏതൊക്കെ ബുക്കുകളായിരുന്നു? ആദ്യമായിട്ട് ഞാൻ കഥയും കവിതയും ചേർന്നിട്ടൊരു പുസ്തകമാണ് മുഖമൂടികളും ചുവന്ന റോസാപ്പൂ. രണ്ടാമത് അശാന്തമാകുന്ന രാവുകൾ, കഥാസമാഹാരം. പിന്നെ മൂന്നാമത് നീലിമ, നോവലാണ്. നാലാമത് മോക്ഷം പൂക്കുന്ന താഴ്വര. പിന്നെ ഇത് കഥകളുടെ ഒരു എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ? ഇപ്പം 27 കഥകളുണ്ട്. എന്താണ് ലാലി ചേച്ചി ഇതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കഥകളെ പറ്റി? ഇതൊന്നല്ല, ഞാൻ എഴുതുന്ന എല്ലാം എന്ന് വെച്ചാല് ഒന്നുകിൽ എന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്റെ ചുറ്റിലുമുള്ളവരുടെ. തീർച്ചയായിട്ടും അതെല്ലാം ഒരു മനുഷ്യ മനസ്സുകളുടെ ഉത്കണ്ഠകളും വ്യാകുലതകളും വിരഹവും പ്രണയവും ഒക്കെ തന്നെയാണ്. അതിന്റെ സങ്കീർണതകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എഴുതുന്നത് തന്നെയാണ്. തീർച്ചയായും ലാലി ചേച്ചിയുടെ നീലിമ എന്ന ഒരു നോവല്, അതൊക്കെ എന്നെ ഏറെ ആകർഷിച്ചത് മോക്ഷം പൂക്കുന്ന താഴ്വര. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ ഓരോ പേജുകളിലും നമ്മളെ പല സ്ഥലങ്ങളിലേക്ക് അല്ലെ കൂട്ടിക്കൊണ്ട് ആ കഥ ഉണ്ടാകാനുള്ള സാഹചര്യം ഒന്ന് പറയാമോ? അത് എന്റെ ഒരു സുഹൃത്താണ്, അതൊരു പുരുഷ സുഹൃത്താണ്. പുള്ളി എന്റെ അടുത്ത് എന്തോ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ വളരെ മോശമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേട്ടത്. അതിന് അറിയാം, ആ കഥയുടെ ഒരു മെയിൻ ത്രെഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശവഭോഗം. അധികം കേട്ടിട്ടില്ലാത്ത സങ്കീർണത നിറഞ്ഞ ഒരു വിഷയമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടാവും ലോകത്ത്. തീർച്ചയായിട്ടും അത്രയും മോശമായ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസമുള്ളവരൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന വളരെ താഴ്ന്ന നിലയിലുള്ള മാനസിക വ്യാപാരങ്ങളിലൂടെ പോകുന്ന ആളുകളാണത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഒരു ഡോക്ടറാണ്. ഈ പറഞ്ഞ വ്യക്തിക്ക് നേരിട്ട് അറിയുന്നതാണ്, അയാള് തന്നെ പറഞ്ഞതാണ്. അത് എന്റെ കഥ അങ്ങനെയല്ല, ഈ ആള് തന്നെ അയാളുടെ അനുഭവം പറഞ്ഞതാണ്. അയാൾ പറഞ്ഞത് മദ്യലഹരിയിൽ എന്നാണ്. പക്ഷെ എനിക്കൊരിക്കലും എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്റെ കഥാപാത്രങ്ങൾക്ക് നന്മ ഉണ്ടാവണം. അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു തിന്മയുടെ വശം അവരിൽ അടിച്ചേൽപ്പിക്കാനോ തിന്മ ചെയ്യുന്ന ആളുകളുടെ കഥ പറയാൻ എനിക്കത്ര വലിയ. അപ്പൊ സമൂഹത്തിനായാലും അതൊരു നന്മയുടെ വശം. ഇപ്പൊ എന്റെ കഥാപാത്രം ആ ഒരു ഡോക്ടർ ദീപു എന്ന് പറയുന്ന ആള് നോർമലി മദ്യലഹരിയിൽ ഒരു ശവഭോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കും ആളെ, തീർച്ചയായും. പക്ഷെ എന്റെ കഥാപാത്രം അങ്ങനെയല്ല. അങ്ങേരുടെ എന്തുകൊണ്ട് അത് ചെയ്തു എന്നതാണ് ആ കഥ. അപ്പൊ അതിലേക്ക് ഞാൻ അവന്റെ ഭാവനയാണ്. തീർച്ചയായും അതിനകത്ത് മണികർണിക കട്ടിനെ പറ്റിയൊക്കെ മനോഹരമായിട്ടാണ് ആ ഒരു മോക്ഷം പൂക്കുന്ന അല്ലെ ജനിക്കും മൃതിക്കും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ഒരു എഴുത്തായിരുന്നു അത് അല്ലെ? അത് പ്രധാനമായി എനിക്ക് ദീപു എന്നുള്ള കഥാപാത്രം ഒരിക്കലും ക്രൂശിക്കപ്പെടരുത്, അതെന്റെ നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചോദിച്ചു, ദീപു ജീവിച്ചിരുന്നാൽ പോരായിരുന്നു, എന്തിനങ്ങനെ ചെയ്തു? പക്ഷെ അയാളുടെ കുറ്റബോധത്തിന്റെ അങ്ങേയറ്റമാണ് അത്. പിന്നെ അയാൾ അമ്മ പോലെ കാണുന്ന ഒരു സ്ത്രീ ഉണ്ട് എഴുത്തുകാരിയുള്ള ആമി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോ ഒരിക്കലും ആൾക്ക് ഇഷ്ടമല്ല, അവരുടെ മുഖം പോലും കാണാൻ ഇനി താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ ജീവിതം അവസാനം. പക്ഷെ അതൊരു എന്നെ സംബന്ധിച്ച് നോക്കിയാൽ അത് ഒരു അങ്ങനെ ഒരു എൻഡിങ് ആയിരുന്നു അതിന് വേണ്ടിയിരുന്നത് അല്ല, അതിന് മറ്റൊരു എൻഡിങ് അല്ല. എനിക്ക് എന്റെ ചിന്തയിൽ ഒരിക്കലും അല്ല. തെറ്റെന്ന് വെച്ചാൽ ഒരുപാട് പേരെ പുള്ളി ഇനി ജീവിതത്തിൽ ഫേസ് ചെയ്യണം. സ്ത്രീയുടെ മുഖങ്ങളിൽ ആള് കണ്ടിരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു സ്ത്രീയെ കുറിച്ച്, അയാളുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് ഇതിനു മുൻപ് ഒരുപാട് ഉണ്ട് അതിനകത്ത് പറയാൻ ഒരുപാട്. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സഹോദരിയെ പോലെയോ അതിലേറെ അമ്മയെ പോലെയോ കണ്ട ഒരു സ്ത്രീയോട് ഇങ്ങേർക്ക് പിന്നെ അവരെ കാണാൻ പറ്റുന്നില്ല. അതൊക്കെ എന്റെ ഒരു മനസ്സിന്റെ ഒരു കുറ്റബോധത്തിന്റെ അങ്ങേയറ്റം വന്നതാണ്. അതുകൊണ്ടാണ് പുള്ളി ആത്മഹത്യ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് അവർ തമ്മിൽ ഇത്രയും വലിയൊരു ബന്ധം ഉണ്ടായി എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് അത് സഹോദരിയായിരുന്നു എന്നുള്ളത് വരുത്തിയത്. ചേച്ചി, ഇത്ര സങ്കീർണത നിറഞ്ഞ ഈ മനുഷ്യബന്ധങ്ങളുടെ കഥകളൊക്കെ പറയുമ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടോ ഇങ്ങനെ എഴുതാനിരിക്കുന്നതിന് മുമ്പ്?
തീർച്ചയായിട്ടും ഇല്ല. ഇല്ല, ഇതൊരു ഒഴുക്കില് ഇങ്ങനെ ഒഴുക്കില് മാത്രമല്ല, അത് ഞാൻ എപ്പോഴും പലപ്പോഴും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ ആരോ എഴുതിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ നാളെ രാവിലെ ഇന്നൊരു കഥ എഴുതണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാം. ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഒന്നുമല്ല. ഈ ഒരു സംഭവം എന്റെ അടുത്ത് സംസാരിച്ച ആള് പറഞ്ഞിട്ടത് 3-4 വർഷമായി. ശരിയാ. എന്റെ മനസ്സിൽ അത് ഉണ്ട്, ഒരു കരട് പോലെ, ഒരു എന്തോ പോലെ ഉണ്ട്. അപ്പൊ ഒരു നോവൽ എഴുതണം എന്ന് തോന്നിയപ്പോ ഞാൻ വിചാരിച്ചു, അതിനെ എന്തുകൊണ്ട് എന്റെ ചിന്താഗതിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരാൾ അങ്ങനെ ആയാൽ, പിന്നെ സാഹചര്യം മനുഷ്യനെ വല്ലാതെ മാറ്റും. നമ്മള് നല്ല മനുഷ്യരായിട്ട് തന്നെയാണ് എല്ലാവരും ജനിക്കുന്നത്, അല്ലെ? അപ്പോഴൊന്നുമില്ല, പിന്നെ അവര് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർ പലതുമായി പോകുന്നു. മനുഷ്യരെ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യാസം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റു കാര്യം, ഈ ഒരു കഥ എഴുതി കഴിഞ്ഞു. അപ്പൊ ആ കഥാപാത്രത്തിൽ നിന്നുമൊക്കെ വിട്ടകലാനായിട്ട് കുറെ സമയം എടുത്തോ, അതോ എങ്ങനെയായിരുന്നു? അതിനകത്തത് ഒരു പിന്തിരിഞ്ഞു വന്നത് എങ്ങനെയാണ്? നമ്മൾ പറയില്ല, നമ്മൾ ഒരു കഥ എഴുതി കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ടൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ. എനിക്ക് ഇതിനകത്തുണ്ടായിരുന്നു ഈ കഥയില് സത്യം പറഞ്ഞ എനിക്കൊരു വിഷമം. കാരണം ആമി എന്ന് പറയുന്ന കഥാപാത്രം ഞാനായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ ഒരുപാട് ചിന്തകള് ആമി പറയുന്നുണ്ട്. പിന്നെ വേറെയും ആ നോവലിൽ ഞാൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പോ നമ്മളുടെ സമൂഹത്തില് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു പുരുഷനെ പലർക്കും ദാമ്പത്യത്തില് പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഹസ്ബൻഡ് ചിലപ്പോ അംഗീകരിക്കൂല. അത് പക്ഷെ ഈ കഥാപാത്രങ്ങളും ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അതൊന്ന് എനിക്കുണ്ടായിരുന്നു. നല്ല ബന്ധങ്ങളുണ്ട്, വളരെ തീക്ഷ്ണമായ ബന്ധങ്ങൾ ഉണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ. അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 5ാമത്തെ ബുക്കാണെന്ന്, ഇത് ഈ 5 ബുക്കുകൾ എടുത്തു വെക്കുക ചേച്ചി, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എന്ന് പറയാം. നമുക്കറിയാം 5 മക്കൾ തന്നെയാണ്. നമുക്കൊരു ഏത് മക്കളോടാണ് കൂടുതൽ വാത്സല്യം, സ്നേഹം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ചില എഴുത്തുകള് നമ്മൾ അതിൽ നിന്നും വിട്ടു മാറാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഏത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഏത് എഴുത്താന്ന് പറയാൻ പറ്റും? ഒരു സംശയമില്ല, അമ്മിണിക്കുട്ടി കഥകൾ എന്ന് പറയുന്ന കുറെ കഥകൾ, ചെറിയ ചെറിയ കഥകൾ ഞാൻ കണ്ടു. ഇതിനകത്ത് ഇതില് ഒരു സെക്ഷൻ തന്നെ അമ്മിണിക്കുട്ടി കഥകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബുക്കിന്റെ ഒരു സെക്ഷൻ വരുന്നത്. അതിനകത്തൊരു 6 കഥകൾ ചേച്ചി എഴുതിയിട്ടുണ്ട്. 21 മെയിൻ കഥകളുണ്ട്, ഒരു 21 ചെറുകഥകൾ. അതുകൂടാതെ അമ്മിണിക്കുട്ടി കഥകൾ എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷൻ. എന്താണ് ഈ അമ്മിണിക്കുട്ടി കഥകൾ? അമ്മിണിക്കുട്ടി കഥകളുടെ ആദ്യത്തെ അശാന്തമാകുന്ന രാവുകൾ എന്ന പുസ്തകത്തിലും അമ്മിണിക്കുട്ടി കഥകൾ ഉണ്ട്. അതിനകത്ത് ഒരു 7-8 അമ്മിണിക്കുട്ടി കഥകളുണ്ട്. അതിന് ഞാൻ എന്തുകൊണ്ട് ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അമ്മിണിക്കുട്ടി ഞാൻ തന്നെ ആയതുകൊണ്ടാണ്. അത് ശരി, ചൈൽഡ്ഹുഡ് മെമ്മറീസ്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് റിയലിസ്റ്റിക് ആണ്, ഈ ഒരു അമ്മിണിക്കുട്ടി കുറച്ച് ഭാവനയൊക്കെ. പക്ഷെ ഇതിനകത്ത് അമ്മിണിക്കുട്ടി ഭയങ്കര കുറുമ്പിയായിട്ടുള്ള തോന്നുക. തോന്നുകയല്ല, അങ്ങനെ കുറുമ്പി തന്നെ ആയിരുന്നോ? അത് ശരി. ഞാന് ഈ വളർന്നപ്പോഴുള്ള ആ ഒരു സൈക്കോളജി കുട്ടികളുടെ, അപ്പൊ എന്റെ ബാല്യത്തില് എന്റെ അച്ഛൻ 5 വയസ്സിൽ മരിച്ചു. 5 വയസ്സിൽ മരിച്ചു. ഒരു അനാഥത്വം അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം 30 വയസ്സുള്ള ഒരു അമ്മ അപ്പോഴൊരു ഇൻട്രോവേർട്ടായിട്ട് നമ്മളോട് അങ്ങനെ ഭയങ്കരമായ സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല. അപ്പോഴും ഒരു കുട്ടി എന്ന നിലയിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെടണം എന്ന് തോന്നിയിരിക്കാം, വേണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ. അപ്പോ ആദ്യകാലത്ത് ഒരു 6 വയസ്സുള്ളപ്പോ എന്നെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടില് ഒരു പറിച്ചു നടൽ പോലെ അവര് കൊണ്ടുപോയി. കുട്ടിയാണോ? 2 ബ്രദേഴ്സ് ഉണ്ട്. മൂത്താള് എന്റെ 9 വയസ്സിന് മുതിർന്നതാണ്. പിന്നെ ഇളയത് 3, ഒരു പെൺകുട്ടി. പക്ഷെ ആ ഒരു പെൺകുട്ടി ഒന്നാണെന്നുള്ള യാതൊരു പരിഗണനയും അനുഭവിക്കാതെ വളർന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല, അത് ഈ ബാല്യത്തിലെ പ്രശ്നം തന്നെയാണ് അമ്മയുടെ അപ്പോ എനിക്ക് അന്ന് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം
ഭയങ്കര കുറുമ്പും അങ്ങനെ ഈ അമ്മിണിക്കുട്ടി എപ്പോഴും തല്ലുകൊളുത്തിനാണ് കാണിച്ചു വെക്കുന്നതെല്ലാം. തീർച്ചയായിട്ടും തല്ല് ഇഷ്ടംപോലെ തല്ല് കൊണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ലാലിമയുടെ കഥകൾക്കകത്ത് പറയുന്ന അമ്മിണിക്കുട്ടി എന്നുള്ളത് ലാലി ചേച്ചി തന്നെയാണ്. ലാലി ചേച്ചിയുടെ കുട്ടിക്കാലമാണ് ഇതിനകത്ത് അറിയുന്നവർക്ക് അറിയാം എന്റെ കുട്ടിക്കാലമാണ് അത്. എന്റെ നാട്ടിലുള്ളവർക്ക് പലർക്കും ഈ കഥകൾ വായിക്കുമ്പോൾ അവർക്ക് കഥാപാത്രങ്ങളെ പോലും അറിയാൻ പറ്റും. എന്റെ ആ ഒരു ഏജില് മുതിർന്നവരൊക്കെ അവർക്ക് മനസ്സിലാവും ഇത് എന്റെ ആരാണ്. അത് ശരി ചേച്ചി, എന്ന് തൊട്ടാണ് ഈ കഥയുടെ ലോകത്തേക്ക്, കഥ മാത്രമല്ല കവിതകളും ഒക്കെ എഴുതുന്നുണ്ടല്ലോ, എപ്പോ തൊട്ടാണ് ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഇറങ്ങി തിരിച്ചത് എപ്പോഴാണ്? അതോ ആരെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ, അതോ സ്വയം തിരിച്ചറിഞ്ഞതാണോ? ആരുടെയും പ്രേരണയൊന്നുമില്ല. എന്റെ കുട്ടിക്കാലത്തെ ജീവിതാനുഭവം. ഞാൻ ആദ്യമായിട്ടൊരു കഥ എഴുതുന്നത് ഒരു ആത്മഹത്യാ കുറിപ്പാണ്. കഥയല്ല, ഇതിനകത്തുണ്ട്, പുസ്തകത്തിനകത്തുണ്ട്. ഒരു ആത്മഹത്യാ കുറിപ്പാണ് ഞാൻ എഴുതി വെച്ചത്. അതെന്ന് വെച്ചാല് എന്റെ പ്രധാന പ്രശ്നം, എന്റെ വീട്ടിൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് വെച്ചാല് അച്ഛനില്ല, അമ്മ ആ ഒരു വൈധവ്യത്തിന്റെ ചെറുപ്പത്തില് 30 വയസ്സ് പറഞ്ഞു. അത് പക്ഷെ അമ്മ എന്തുകൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അടിക്കുന്നു, അന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അമ്മ. പക്ഷെ കാലം കഴിഞ്ഞ് ഞാൻ മുതിർന്നു വന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അമ്മ അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു എപ്പോഴും അടി കിട്ടും, അടി കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതുണ്ട്, അത് തുറന്നു സമ്മതിക്കുന്നത് നമുക്കൊരു മടിയില്ല. അവസാനം അടിച്ചടിച്ച് എന്തായി, അടി എനിക്കൊരു പ്രശ്നമേ അല്ലാതായി. അടി തരുന്ന ആള് മടുത്ത് കാണും. അങ്ങനെയാണ്, അടി എല്ലാത്തിനും അടിയാണ്. അപ്പൊ ഞാൻ പിന്നെ വിചാരിക്കും എന്തായാലും അടി കിട്ടും, പിന്നെ ഇത് ചെയ്ത് തുറന്നു പോരട്ടെ എന്നുള്ളൊരു അതിലൊരു എനിക്ക് അത് അവസാനം ഞാൻ ചിന്തിച്ചത്, എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്ന ഒരാളുണ്ട്. അപ്പൊ അങ്ങേർക്കൊരു പറങ്കിമാവിന്റെ തോട്ടവും ഉണ്ട്. തോട്ടമല്ല, ഒരു കുറച്ച് പേരാണ്. ഞാന് പോകുന്ന വഴിക്ക് ഇങ്ങേരുടെ അതിൽ കേറിയിട്ട് പറങ്ങേണ്ടി എടുത്തിട്ട്, വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരൂല്ലല്ലോ, ഇതൊന്നും വാങ്ങിക്കാം. 4-ലൊക്കെ പഠിക്കുമ്പോ ചെറിയ കുട്ടിയാണ് തന്നെ അവിടെ കൊണ്ട് കൊടുക്കും. അവരുടെ പറമ്പിന്ന് പറിച്ചിട്ട് അവർക്ക് തന്നെ കൊടുത്തിട്ട് അവിടെ നിന്ന് മോര് വെള്ളം, നാരങ്ങ മിഠായി, അങ്ങനെയൊക്കെയുള്ള ചെറിയ എന്തായാലും കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മിണിക്കുട്ടി കഥകൾ എഴുതുമ്പോ എനിക്കൊരു എനർജിയാണ്. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട് ഇന്നാൾ ചോദിച്ചു, സത്യത്തിൽ ഇത്രയും ഓർമ്മ ലാലിക്കുണ്ട്? എനിക്ക് ഓർമ്മയുള്ളത് എന്റെ ബാല്യം മാത്രമാണ്, അത്രയും ഓർമ്മയുണ്ട് എനിക്ക്. ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നത് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് മീൻസ് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളത് എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞത്. ആ വിഷമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഈ കഥകളും കവിതകളെ കൂട്ടുപിടി. എത്ര വയസ്സിൽ എഴുതി തുടങ്ങിയെന്ന് ഓർമ്മയുണ്ട്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ആത്മഹത്യക്കുറിപ്പ് എഴുതിയത് ഒരു 12. അല്ല, ആത്മഹത്യക്കുറിപ്പ് അതെന്താന്ന് വെച്ചാല് അതെന്ന് വെച്ചാൽ എനിക്കൊരു ധാരണയാണ്. എന്റെ ഒരു അമ്മയുടെ അനിയത്തിയുടെ മോളൊക്കെ ഉണ്ട്. അവള് ഒരു 5ാം ക്ലാസ്, അവള് ഒരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴും എന്റെ വീട്ടിൽ കൂടെ നിന്നിട്ട് ആണ് പഠിച്ചത്. അന്ന് എന്റെ അമ്മയൊക്കെ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. അന്നേ എനിക്ക് അത് ഇഷ്ടമല്ല, കുശുമ്പില്ലാത്തത് കൊണ്ടല്ലേ? കുശുമ്പല്ല, അതെനിക്ക് എന്നെ അങ്ങനെ സ്നേഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ നല്ല തടിച്ച് ഉരുണ്ടിട്ടൊക്കെയാണ്, അവളാണെങ്കിൽ മെലിഞ്ഞ് നല്ല നിറമൊക്കെ ഇട്ട്. അപ്പൊ അതും ഒരു കോംപ്ലക്സ് വേറെ കിടപ്പുണ്ട്. അപ്പൊ ആരെങ്കിലും പോകുമ്പോഴേ ഇത് ചേച്ചിയാണോ എന്നൊക്കെ അവളോട്, ഞാൻ അനിയത്തിയാണ്, അന്ന് തുടങ്ങിയ ബോഡി തുടങ്ങിയതാണ്. അതാണ് ബോഡി ഷേമിങ് എന്നുള്ളൊരു വാശിയായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടില് ഇതെന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാവാം ആർക്കും എന്നോട് സ്നേഹമില്ല അങ്ങനെ ഒരു തോന്നലില്ല. അപ്പൊ അത് ഞാൻ എഴുതി. പക്ഷെ അതിലൊരു വലിയൊരു ഗുണം ഉണ്ടായി. എന്റെ അമ്മ ഇത് വായിച്ചു. ആത്മഹത്യക്കുറിപ്പ് ചുമ്മാ ഒരു തോന്നലിൽ, ഒരു പ്രേരണയിൽ എഴുതിയതേ ഉള്ളൂ. ജീവിക്കണമെന്നില്ല, മരിക്കാൻ വേണ്ടി തന്നെ ചുമ്മാതെ പേടിപ്പിക്കാൻ എഴുതി, അത്രേ ഉള്ളു. അപ്പൊ അമ്മ ഇത് കണ്ടു, അമ്മ ഇത് വായിച്ചു. അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. പക്ഷെ അതിൽ പിന്നെ ഞാനും എന്റെ അമ്മയും ഭയങ്കര ഫ്രണ്ട്സായി. അപ്പൊ എഴുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഗുണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പിന്നെ കോളേജിൽ പഠിച്ച ആ ഒരു കുറിപ്പ് വേണ്ടി വന്നു ആ അമ്മയ്ക്ക്, മകളുടെ മനസ്സിലാക്കാൻ. അതിൽ നിന്ന് ഞാൻ പറയുന്ന എപ്പോഴും ഈ കഥയിൽ എഴുതിയിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ കുട്ടികളെ താരതമ്യം ചെയ്യും. തീർച്ചയായും എന്ത്
ഒരു കുട്ടികളെ നമ്മൾ താരതമ്യം ആ കുട്ടിയുടെ മനസ്സ് അല്ല മുതിർന്നവരുടെ മനസ്സ്, അത് വ്യത്യാസമാണ് കുട്ടിയുടെ ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിത്വമാണ്. ഓരോ കുട്ടികളിലും ഓരോ കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിലുപരി കമ്പയർ ചെയ്ത് അവരെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ആ കമ്പയർ ചെയ്യുന്ന കുട്ടിയെ വെറുക്കാൻ തുടങ്ങും. സത്യമാണ്. അത് ഒരു പ്രധാന പിന്നെ ആ അമ്മേനെ അച്ഛനെയും വെറുക്കാൻ തുടങ്ങും. പിന്നെ സമൂഹത്തോട് മൊത്തം ഒരു എന്തായാലും ഒരു വലിയ തിരിച്ചറിവാണ് ലാൽ ചേച്ചി. എന്റെ ബാല്യം തന്ന തിരിച്ചറിവ് തന്നെയാണ് സത്യം പറഞ്ഞ എന്റെ എഴുത്തില് ഇന്നോളം. എന്റെ ഈ പുസ്തകത്തിന്റെ അവതാരികയില് മുഞ്ഞിനാട് പത്മകുമാർ എന്ന് പറഞ്ഞ സാറാണ് എഴുതിയത്, പ്രശസ്തനായ എഴുത്തുകാരൻ. സാർ എഴുതിയൊരു വാക്കുണ്ട്, ജന്മദീർഘമാം തേങ്ങൽ പോലെ ലാലിമയുടെ കഥ. ഈ ഭയങ്കര എന്നെ ആ വരി എന്നെ ഒരുപാട് കറക്റ്റ് എന്റെ മനസ്സിനത് കൊണ്ടു. ജന്മദീർഘ എന്തോ ഒരു തേങ്ങലുണ്ട്, പക്ഷെ എന്നാ അങ്ങനെയല്ല എന്തോ, പക്ഷെ വായിക്കുമ്പോ ഉണ്ട് എന്നാണ് സാർ പറയുന്നത്. അത് ഞാൻ എന്നോട് തന്നെ കഥ പറയുന്നു എന്നാണ് സാറ് പറയുന്നത്. സാറ് ഞാൻ എന്നോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയാണ് പുസ്തകത്തിൽ. അങ്ങനെയാണ് എന്റെ ബാല്യം. ആ കഥകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും അവിടുന്ന് ആ ബാല്യത്തിൽ നിന്ന് കിട്ടിയ ആ ചെറിയ വേദനകളും ആ ഒരു അപകർഷതാബോധങ്ങളും ഒറ്റപ്പെടലും ഒക്കെയാണ് ഇങ്ങനെ ഒരു എഴുത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത് ഒരു പരിധി വരെ. പിന്നെ കോളേജിൽ വെച്ചൊക്കെ പ്രണയകാലം ഒക്കെ ആയി. അപ്പോ പ്രണയിക്കാൻ വീട്ടിൽ പെർമിഷൻ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പ്രണയിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ ചെയ്തു, എന്റെ കൂട്ടുകാർക്ക് പ്രണയിക്കാൻ വേണ്ടി പ്രണയ ലേഖനങ്ങൾ എഴുതി കൊടുക്കുക, കവിതകൾ എഴുതി കൊടുക്കുക, ഇവരത് കൊണ്ട് ചെറുക്കന് കൊടുക്കുക. അവസാനം അവർ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ചേച്ചി എഴുതി കൊടുത്ത കഥകളും അവര് തമ്മിൽ പ്രണയിച്ചു, അവര് കല്യാണവും കഴിച്ചു. രാജീവ് എന്നും ഷൈല എന്നും. ശരി. നിർഭാഗ്യവശാൽ അവർ രണ്ടുപേരും മരിച്ചുപോയി. അയ്യോ. ആണെങ്കിലും അങ്ങനെയാണ് മരിച്ചുപോയി. അങ്ങനെ എഴുതി കൊടുത്തപ്പോൾ ഇവര് ഭയങ്കര അടുപ്പം. എന്നും ഇവിടെ എന്റെ അടുത്ത് വരും എഴുതി കൊടുക്കാൻ. അപ്പൊ ഞാൻ ഇത് എഴുതി കൊടുക്കുക. അവര് ഹംസമായിട്ട് ഹംസമൊന്നുമല്ല, ഒരു സുഖം എഴുതുമ്പോ നമ്മുടെ ഉള്ളിലുള്ള പ്രണയങ്ങള്. അതെ, ആരും ഇല്ല, മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള ആർക്കെങ്കിലും എഴുതി കൊടുത്താൽ വീട്ടിൽ നിന്ന് അടി, പിന്നെ അടിയായിരിക്കത്തില്ല, ചിലപ്പോ ഇറക്കി വിടലൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, എപ്പോഴും അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛനില്ലല്ലോ. അതാണ് ഭയങ്കര, അച്ഛനില്ലാത്തത് ഒരു എന്താ പറയുക, പെൺകുട്ടിയെ സംബന്ധിച്ചൊരു വലിയ കുറവ് തന്നെയാണ്. ഒരു സെക്യൂരിറ്റി നഷ്ടപ്പെടുന്ന ആണ് നമ്മൾ. ബാക്കി എന്തുള്ളപ്പോഴും അമ്മ, എല്ലാവരും പറയാം അമ്മ നോക്കും, പക്ഷെ അച്ഛനൊരു സുരക്ഷിതത്വമാണ്. തീർച്ചയായും. എനിക്കൊരു ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാഴ്ച, എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടെ ഞാൻ നോക്കി കാണുന്നത് ഈ കൊച്ചു പിള്ളേര് ഈ അച്ഛന്റെ കൈയും പിടിച്ചിങ്ങനെ, അതെനിക്ക് ഭയങ്കര, ഇന്നും ഭയങ്കര എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് അത് അത്രയും ഒരു ഭാഗ്യം കിട്ടാത്തത് കൊണ്ടുകൂടി അല്ല, അത് കാണുമ്പോൾ ഒരു സന്തോഷവും ഇപ്പോഴും അങ്ങനെ ഒരു കൗതുകവും. അതൊരു കുട്ടി അച്ഛനുമായിട്ട് കുട്ടികൾ കളിക്കുക, അച്ഛനെ ചീത്ത പറയുന്ന കുട്ടികൾ രസമായിട്ട്. ഇപ്പൊ എന്റെ മോന്റെ മോള് ഒക്കെ ചിലപ്പോഴും വന്നിട്ട് എന്താണ് അച്ഛൻ എന്താണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആ നിമിഷം അത് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇത്ര ഈ ഒരു ഏജിൽ എത്തുമ്പോഴും ചേച്ചിയുടെ ഉള്ളിൽ അതൊരു വലിയ മുറിവായിട്ട് അവശേഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ അതൊക്കെ നഷ്ടം തന്നെയാണ്. തീർച്ചയായും. അതായിരുന്നു എന്റെ ആ ഒരു കാലം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രണയം ഇതൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. കോളേജ് മാഗസിനിലൊക്കെ എഴുതുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു വന്നപ്പോൾ ഇവര് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് വീട്ടിൽ. അപ്പൊ ഞാനിത് പറഞ്ഞിട്ടേ ഇല്ല, എഴുതുന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് കുറെ നാള് കഴിഞ്ഞിട്ടാണ് എന്തോ ഒരു കവിത, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, ഒരു കോളേജ് മാഷ് ഉണ്ടായിരുന്നു, മാഷിന് ഞാനിങ്ങനെ കാണിച്ചു. അപ്പോ അയ്യോ ലാലി ഇതൊക്കെ എഴുതുന്നുണ്ടല്ലോ, എന്നിട്ട് പത്രത്തിലൊക്കെ പുള്ളി കൊണ്ടുകൊടുത്തു. എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് ഇത് കൊടുക്കാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആകാശവാണിയിൽ പോയിട്ട് ഞാൻ ആ കവിത ചൊല്ലിയിട്ടുണ്ട്. ശരി. പിന്നെയും മോന്റെ പഠിപ്പൊക്കെ ആയിട്ട് അത് അങ്ങനെ അങ്ങ് പോയി. അന്ന് പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അതാണ്. പിന്നെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഫുൾ സപ്പോർട്ട് ഇപ്പോഴും എപ്പോഴും ഉണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു നമുക്ക് പിന്നെ അതില്ലെങ്കിൽ എഴുതാനും. തീർച്ചയായും. പ്രത്യേകിച്ചും ഒരു സ്ത്രീ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ലാലി രംഗനാഥ് എന്നാണ് കഴിഞ്ഞ പുസ്തകത്തിൽ വരെ എഴുതി കണ്ടിരുന്നത്. ഇപ്പോൾ അത് ലാലിമ എന്നാക്കി പേര് മാറ്റിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ?
അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിൽ ഒരു മാറ്റം വന്നത് തൂലികാനാമം? ഇതിന്റെ കഥ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഞാനൊരു ഗ്രൂപ്പില് സജീവമാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ സാഹിത്യ അതില് വന്നിട്ട് ലാലിമ്മ എന്ന് പറയും അവര്. ആൾക്കാർ വന്നിട്ട് അമ്മ എന്നാണ് അവർ ചേർക്കുന്നത്. ലാലിമ്മ എന്ന് പറയും. ലാലിമ്മ എഴുതൊക്കെ ചെയ്യും. അപ്പൊ അന്ന് ഒരു സാറ് വന്നിട്ട് പറഞ്ഞു, നല്ല പേരാണല്ലോ ലാലിമ്മ. അപ്പൊ ഞാനും കേട്ടപ്പോ ലാലിമ്മ കൊള്ളാം. അപ്പൊ എല്ലാവരും ഒരു സപ്പോർട്ട്. ഞാൻ മീനിങ് എടുത്തു. മീനിങ് വളരെ മനോഹരമായ ഒരു അർത്ഥമാണ് ലാലിമ്മ. 2-3 അർത്ഥമുണ്ട്. ലക്ഷ്മി എന്ന് അർത്ഥമുണ്ട്. ലക്ഷ്മി ദേവി എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ഭാര്യ എന്ന് വെച്ചാൽ രംഗനാഥന്റെ ഭാര്യ. അതെ. ഓക്കെ. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ലാലിമ്മ എന്തായാലും മറ്റൊന്നും ആവുന്നില്ല, രംഗനാഥന്റെ വൈഫ് തന്നെ. അതൊന്ന്. പിന്നെ ലൗലി, അത് വളരെ ഓഫ് കോഴ്സ്. അപ്പൊ അത് ഇഷ്ടമായി. അങ്ങനെ വിചാരിച്ചു ലാലിമ. പിന്നെ എല്ലാവർക്കും വളരെ ക്യൂട്ടായിട്ടുള്ള. പക്ഷെ ലാലി രംഗനാഥ് എന്ന് പറയുമ്പോ അതിനൊരു പ്രൗഢതയുണ്ട്, ആദ്യത്വമുണ്ട്. ലാലിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയാ, ഇങ്ങനെ ഓമനിക്കാൻ തോന്നുന്ന ഒരു. എനിക്ക് എന്നെ ഇപ്പൊ അതിനകത്ത് എഴുതുന്ന 10-20 വയസ്സൊക്കെയുള്ള പിള്ളേര് ലാലിമ എന്നാണ് വിളിക്കുന്നത്. മറ്റത് ലാലി മാഡം എന്നോ അല്ലെങ്കിൽ ലാലി ടീച്ചർ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നവർ ഇപ്പൊ ലാലിമ എന്ന്. എല്ലാവരും സത്യമാണ് കേട്ടോ. ഈ ലാലിമ എന്നുള്ള പേരിൽ നമുക്ക് ആർക്കും ഒന്ന് തൊടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ലാലി രംഗനാഥ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അകൽച്ച ഫീൽ ചെയ്യും. പക്ഷെ രണ്ടുപേരും വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. എന്തായാലും നമുക്ക് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലേക്ക് വരാം. ചേച്ചി ഇതിനു വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുകയാണല്ലോ. എല്ലാ വർഷം വരുമോ? ഇല്ല, ഞാൻ 3ാമത്തെ വർഷമാണ്. സത്യം പറഞ്ഞാൽ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോ ആദ്യത്തെ വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആറ്റുകാല് പൊങ്കാല ഇട്ടിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പറയും, ആറ്റുകാല് പൊങ്കാലയ്ക്ക് ലാലി ഒന്ന് പോയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോണം. പോയാൽ അടുത്ത വർഷവും ലാലി പോയിരിക്കും. ഒരു വിളി വരും. എനിക്ക് അതാണ് എനിക്ക് സത്യത്തിൽ ഈ ഷാർജ ഫെസ്റ്റിന്ന് പോകുമ്പോ തോന്നിയിട്ടുള്ളത്. അടുത്ത വർഷം എനിക്ക് വരണം. അതൊരു വല്ലാത്തൊരു വിളിയാണ് കേട്ടോ. അതാ സൗഹൃദത്തിന്റെ ഒരു ഇതാണ്. കുറെ പേരെ കാണുക, സമാന ചിന്താഗതിക്കാരെ നമ്മൾ കാണുക, അവരുമായിട്ട് സംവദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പെട്ടെന്ന്. തീർച്ചയായും ഇവിടെ ഇപ്പം ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഞായറാഴ്ച തീരുവാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇല്ലയാണ് വന്നിട്ടുണ്ട്. അപ്പൊ ഉഷ ചേച്ചിയുടെയൊക്കെ ഇടയ്ക്കിലും ഒക്കെ ചെല്ലുമ്പോ ലാലി വരുന്നുണ്ട്, ലാലി 12-ാം തീയതി അങ്ങനെ കാത്തിരിക്കുകയാണ് അവര്. നമ്മുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ പുസ്തകമായിട്ട് ഇതുപോലെ ഈ പൊങ്കാലയുടെ കാര്യം പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കലും അവർ പൊങ്കാല ഇടാനായിട്ട് കാത്തിരിക്കുന്ന സ്ത്രീകളാണ്. ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾ അവരിങ്ങനെ കാത്തിരിക്കുന്ന പോലെ, പ്രത്യേകിച്ചും വനിതാ എഴുത്തുകാര് ഈ ഒന്ന് കൂട്ടുകൂടാനും ഒരുമിച്ചിരിക്കാനും ചിന്തകൾ പരസ്പരം പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ സാരികളുടെ ഒരുപാട് കളക്ഷൻസും വെറൈറ്റീസും കാണാൻ പറ്റും എന്നുള്ളതാണ്. കാണാൻ പറ്റുന്നതല്ല, എടുക്കാനും കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചേച്ചി കൊണ്ട് പറഞ്ഞു, എന്റെ സാരി എല്ലാം തീർന്നു പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു ആഘോഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച്, ഈ എഴുത്തുകാരെ സംബന്ധിച്ച് ഇതൊരു ഉത്സവമാണ്. അങ്ങനെ തോന്നുന്നില്ല? എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. വരുന്നെന്ന് പറഞ്ഞിരിക്കുമ്പോ തന്നെ നമ്മളെ FB-ൽ ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ ഉള്ളത്, ഒരു വേഗം വായോ, ഓടി വായോ ഇങ്ങനെ പറഞ്ഞിട്ട് അത് തന്നെ നമുക്കൊരു ഇതല്ലേ വരാനായിട്ട്. ഇന്നലെ അത്രയും യാത്ര ചെയ്ത് വന്ന് ഒന്ന് ജസ്റ്റ് നേരെ വന്നത് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലേക്ക് തന്നെയാണ് എത്തിയത്. ഇന്നലെ ഇവിടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചിയുടെ ഉടലുരിയാട്ടത്തിന്റെ റിലീസായിരുന്നു, അതിന് പങ്കെടുത്തു. അപ്പൊ വേറെ എന്താണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനെ പറ്റി പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്? ആദ്യത്തെ ബുക്ക് ഇവിടെയാണോ റിലീസ് ചെയ്തത്? അല്ല, ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്തിട്ടേ ഇല്ല. ആദ്യത്തെ ഒന്നും സിനിമ ഇറങ്ങാത്തത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. കൊറോണ ആയിരുന്നു. കൊറോണ ഒരു രണ്ടാമതൊരു കൊറോണ വന്നിരുന്നു. ആദ്യത്തെ കൊറോണ സെക്കൻഡ് വേവ് വന്നപ്പോഴാണ് ഈ പുസ്തകം എഴുതി കഴിഞ്ഞത്, പ്രസ് വന്നത്. അപ്പോഴ് അവര് പറഞ്ഞു ഒരു 20 ആളിനെ കൂട്ടുന്ന അങ്ങനത്തെ സമയത്ത് ക്വാറന്റൈനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ വിചാരിച്ചു ഇത്ര അങ്ങനെയൊക്കെ പാടുപെട്ട് ആരും വരില്ല. അങ്ങനെയാണ് ആ ബുക്ക്. രണ്ടാമത്തെ പുസ്തകം അതുകൊണ്ട് നന്നായിട്ട് ചെയ്തു. ആ സ്ഥലത്ത് ഈ ആദ്യത്തെ പുസ്തകവും പ്രകാശനം. രണ്ടാമത്തെ പുസ്തകം നമ്മുടെ നാട്ടിൽ തന്നെ, നാട്ടിൽ ട്രിവാൻഡ്രത്തായിരുന്നു. നീലിമയാണോ ഇവിടെ ദുബായിൽ നോവല്? നീലിമ. അത് കഴിഞ്ഞ് പിന്നെ മോശം പൂക്കുന്ന താഴ്വരയാണ്. നീലിമ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിലോട്ട് തന്നെയാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദുബായിൽ റിലീസ് ചെയ്യുന്ന മൂന്നാമത്തെ പുസ്തകമാണിത്. ഇനി ഒരുപാട് പുസ്തകങ്ങള് ലാൽ ചേച്ചിയുടെ വെൽത്തുമ്പിലൂടെ
വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എവിടെ ഇപ്പൊ താമസിക്കുന്ന നാട്ടിലെ, കേരളത്തിലാണോ ബാംഗ്ലൂരാണോ? എവിടെ? ബാംഗ്ലൂരാണ് ഞാൻ സ്ഥിരതാമസം. പക്ഷെ കേരളത്തിൽ ഇപ്പൊ ഞങ്ങളൊരു വീട് പുതിയതായിട്ട് പണിത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട്, ഇടയ്ക്കൊന്നല്ല, ഇവിടെ നിൽക്കുമ്പോ അവിടോട്ട് പോയി കുറച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്കപ്പോഴും ഒരു മാസത്തില് ഒരു 3-4 ദിവസം കേരളത്തിൽ പോവാ. ശരിക്കും ബാംഗ്ലൂർ സ്ഥിരതാമസമാണ്. ഇപ്പൊ വേരുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, ബന്ധുക്കളും ഒക്കെ ആയിട്ട്? അതോ ആരെങ്കിലും ബ്രദേഴ്സും ഒക്കെ? എന്റെ 2 ബ്രദേഴ്സാണ് അവിടെ. രണ്ടുപേരും അവിടെ തന്നെ. ഒരാൾ ഇവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ദുബായിലുണ്ട്. അപ്പൊ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ട് അനിയനും സിസ്റ്റേഴ്സ് ഒക്കെ. എല്ലാരും എത്ര ദിവസം ഉണ്ട് ചേച്ചി ഇത്തവണ? ഇത്തവണ ഞാന് 24-നെ പോകത്തുള്ളൂ. 10-12 ദിവസത്തോളം. എന്തായാലും ദുബായിലെ ക്ലൈമറ്റ് ഒക്കെ വളരെ നല്ലതാണ് ഇപ്പൊ. നല്ല ആ ഒരു പ്രത്യേക വിന്റർ ടൈമിൽ തന്നെയാണ് ലാൽ ചേച്ചി എത്തിയിരിക്കുന്നത്. അപ്പം എല്ലാ വർഷവും അങ്ങനെയാണല്ലോ, നവംബറിലല്ലേ? അതെ, നവംബറിലാണ്. ഇത്തവണ നേരത്തെ കുറച്ച് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഈ തവണ വേറൊരു, എനിക്ക് എന്നെ സംബന്ധിച്ച് സന്തോഷത്തിന് വേറൊരു കാര്യമുണ്ട്. എന്റെ മകനും വൈഫും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട്. ഫുൾ ഫാമിലിയാണ് വന്നിട്ടുണ്ട്. അപ്പൊ 15-ാം തീയതിയാണ് ലാൽ ചേച്ചിയുടെ പുസ്തക പ്രകാശനം, ലാലിമയുടെ 15-ാം തീയതിയാണ്. അപ്പോൾ എന്തായാലും ലാൽ ചേച്ചി ഇത്രയും തിരക്കിനിടയിലും ഓടി ഇവിടെ എത്തി നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ലാൽ ചേച്ചിയുടെ ഈ ഒരു പുസ്തകത്തിനും ലാലിമയുടെ കഥകൾ ഒരുപാട് വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് കഥകൾ ലാലിമയുടെ വിരൽത്തുമ്പിലൂടെ നമുക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ മനുഷ്യബന്ധങ്ങളുടെ കഥകൾ പറയുന്ന ഒരുപാട് കഥകൾ വീണ്ടും പുനർജനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.